ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയൊക്കെ ഏകദേശം ഇങ്ങനെ കഴിയാറായി അല്ലേ? നമ്മൾ ഇനിയിപ്പോൾ എന്താണ് ഇനി എന്തെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പബ്ലിക് എക്സാം ഉണ്ടല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു പബ്ലിക് എക്സാം അല്ലേ, ഇനി പരീക്ഷകൾ എന്തായി മാറുകയാണ്, ഇനി കുറച്ചുകൂടി ടഫായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് ഇവിടെ മിസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി പരീക്ഷ കടുക്കും എന്ന് പറയുമ്പോൾ മിസ് വെറുതെ പറയുകയാണോ? ഒരിക്കലും അല്ല. രണ്ട് കാര്യങ്ങളുടെ ബേസിസിലാണ് മിസ് ഇത് വീണ്ടും പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതിന് മുൻപ് തന്നെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഇനി ഓൾ പാസ് അല്ല, ഇനി എല്ലാവരെയും കണ്ണും പൂട്ടി അങ്ങ് പാസ്സാക്കി വിടില്ല. പകരം എന്താണ്, നല്ലപോലെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. എന്നിട്ട് ശരിക്കും പാസ്സാകാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ പാസ്സാക്കി വിടുള്ളൂ. അല്ലാത്തവർക്ക് വീണ്ടും ടെസ്റ്റൊക്കെ നടത്തി, സ്കൂൾ വൈസ് ടെസ്റ്റൊക്കെ നടത്തിയിട്ടേ പാസ്സാക്കുള്ളൂ എന്നുള്ളൊരു കാര്യം എൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മുടെ ഈ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ എഴുതിയപ്പം എൻ്റെ മക്കൾക്ക് ഒരു കാര്യം പിടികിട്ടി കാണും അല്ലെ, പാറ്റേണിൽ ചെറുതായിട്ടൊരു ചേഞ്ച് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്ന രീതിയിലല്ല ക്രിസ്മസ് എക്സാമിനും ഓണം എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളത്, ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതൊക്കെ എന്തിനാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിലും ഓണം എക്സാമിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് തരുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു ക്ലൂ ആണ്. അതായത് നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന നിങ്ങളുടെ പബ്ലിക് എക്സാം നിങ്ങൾ വിചാരിച്ചതുപോലെ അത്ര ഈസി ആയിരിക്കില്ല, അതിൻ്റെ പാറ്റേൺ മാറും, അത് ടഫാകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിലും ഓണം എക്സാമിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മിസ്, ഞങ്ങൾ കഷ്ടപ്പെട്ടു പോവില്ലേ, ഞങ്ങൾ കുടുങ്ങിപ്പോവില്ലേ, ഞങ്ങളിനി എന്താ ചെയ്യുക, എന്തിനാ ഞങ്ങൾ മിസ് കുറേ കമൻസ് വായിക്കാറുണ്ട്, എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങളോട് മാത്രം എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. മക്കളെ, ഇത് നിങ്ങളെ ആരെയും ദ്രോഹിക്കുന്നതല്ല. ഇനി എക്സാം കടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സാം ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലെവൽ അതിനേക്കാൾ കൂട്ടുക. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ആവുകയാണോ ചെയ്യുന്നത്, അതോ ദ്രോഹം ആവുകയാണോ ചെയ്യുന്നത്? നല്ലതല്ലേ? നിങ്ങളൊരു മുകളിൽ പഠിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ബുദ്ധി കുറച്ചുകൂടി കൂട്ടുകയാണെങ്കിൽ, അല്ലെ നിങ്ങളുടെ ഇൻ്റലിജൻസ് കുറച്ചുകൂടി കൂട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് നല്ലതല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്, കുറച്ചുകൂടി ഹയർ ലെവലിൽ അങ്ങോട്ട് പഠിക്കുക. എങ്ങനെ കടുപ്പിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിലായാൽ ഒരു പ്രശ്നവുമില്ല അല്ലേ. അപ്പോൾ അതേപോലെയൊക്കെ എൻ്റെ മക്കൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് അല്ലേ. ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനേണ്ട നമ്മുടെ ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമ്മുടെ ആൽഫ ബാച്ചിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഫീസ് റിഡക്ഷൻ ഒക്കെ ഉണ്ട്. ഇനി നിങ്ങൾ ഓൾറെഡി നമ്മുടെ ആൽഫ ബാച്ചിലുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനേണ്ട ക്ലാസ്സുകളൊക്കെ നല്ലപോലെ കാണാറുണ്ട് മിസ്, എക്സാമിനേണ്ട കൂടെയാണ് ഞങ്ങൾ ഇനി തുടർന്നും പഠിക്കാൻ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ അല്ലേ നിങ്ങളെല്ലാവരെയും കാത്തിരിക്കുന്ന അടുത്ത വർഷം എന്താണ് അല്ലെ, അടുത്ത വർഷം എന്ന് പറയുന്നത് SSLC ആണ്. SSLC എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ഫുൾ A+ ആണ്. ആൻഡ് ഇപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് SSLC പരീക്ഷയിൽ പലതരത്തിലുള്ള കോൺട്രവേഴ്സികളും അല്ലെ, എക്സാം പാറ്റേൺ മാറ്റാൻ പോകുന്നതും അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും അല്ലേ. അപ്പോൾ എക്സാമിൻ്റെ രീതികൾ മാറും, എക്സാം ടഫായിട്ട് മാറും. അങ്ങനെ നമ്മളുടെ എക്സാം എത്ര ടഫായാലും എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പമില്ലാതെ പഠിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ എക്സാമിനേണ്ട ലക്ഷ്യ ബാച്ച്. അപ്പോൾ മക്കളെ, നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 6000 rupees ആണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4999 കിട്ടും. 4999 നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതല്ല ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. മിസ്, ഞാൻ 9ാം ക്ലാസ്സിലല്ലേ, 9ാം ക്ലാസ്സിൻ്റെ എക്സാം അല്ലേ ടഫാക്കാൻ പോകുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യും? മക്കളെ, നിങ്ങൾ 9ാം ക്ലാസ്സിലെ ആൽഫ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എപ്പോഴാണ് ആൽഫ ബാച്ച് ഫ്രീ ആയി കിട്ടുക? ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ കംപ്ലീറ്റ് നമ്മുടെ എക്സാമിനേണ്ട ആൽഫ ബാച്ച് എൻ്റെ കുട്ടിക്ക് ഫ്രീ ആണ്. അതുമാത്രമല്ല, നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ഈ ഒരു ഫീ റിഡക്ഷനിലും കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ് ബുക്ക് സെറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കംപ്ലീറ്റ് ബുക്ക് സെറ്റ്, SSLCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്ക് സെറ്റും അതുപോലെ ഫീ റിഡക്ഷനും ആൽഫ ബാച്ചും ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഇതിലും വലിയ ഗിഫ്റ്റ് സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫീ റിഡക്ഷൻ ഉണ്ട്, ബുക്ക് ഉണ്ട്, ആൽഫ ബാച്ച് ഫ്രീ ഉണ്ട്. നിങ്ങളുടെ 9ാം ക്ലാസ് എത്ര ടഫാക്കിയാലും നിങ്ങൾക്കറിയാം നമ്മൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. എത്ര ടഫാക്കിയാലും, എത്ര രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയാലും, ബുക്ക് മാറിയാലും നിങ്ങളെ ഏറ്റവും അടിപൊളിയായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി. ഓക്കെ, എന്താണോ അതിനകത്തുള്ളത്, അത് എന്താണോ അവർ ഉദ്ദേശിച്ചത്, അത് ഏറ്റവും ബെസ്റ്റായിട്ട് മനസ്സിലാക്കി തന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ ആൽഫ ബാച്ച്. അപ്പോൾ ആ ആൽഫ ബാച്ച് കിട്ടിക്കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൻ്റെ പരീക്ഷ കടുപ്പമായാലും നമുക്കൊരു കുഴപ്പമില്ല. ഇനി SSLC, അടുത്ത വർഷം നിങ്ങൾ 9ാം ക്ലാസ് കഴിഞ്ഞ് SSLC ആണ്. SSLC ടഫ് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മുടെ എക്സാമിനേണ്ട ബാച്ചിൽ നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു അല്ലേ, പിന്നെ അതിൻ്റെ ടെൻഷൻ വേണ്ട. അപ്പോൾ 2 വർഷത്തേക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കാനുള്ള കാര്യമാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്.
അപ്പോൾ ഇതെൻ്റെ കുട്ടിയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കാം. നമ്മുടെ എക്സാം എന്നാണ്ട് കൂടെ ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാം. ഓക്കെ.